ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. പത്മിനി പറയുക, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു പെൺകുട്ടി വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിന് എല്ലാ യോഗ്യതയും എൻ്റെ രാധികമ്മക്കുണ്ട്. ഉർവശി, കൽപ്പനെ, ഒരു പക്ഷേ ഞാൻ മിണ്ടാതിരുന്നപ്പോഴേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും എനിക്ക് ഈ വിവാഹം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. എന്നാലേ അങ്ങനെ ഒരിക്കലും അല്ല കേട്ടോ. സത്യം വെളിപ്പെട്ട എൻ്റെ മകൻ തിരിച്ചെത്തിയ നിമിഷമുണ്ടല്ലോ, ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ തിരുത്തിയിരുന്നു. ശ്യാമ ചോദിക്കുന്നു, രാധിക മോളെ, എൻ്റെ മോക്കിപ്പോൾ സമാധാനമായില്ലേ? ഇതിൽ കൂടുതൽ എന്ത് അനുഗ്രഹമാണ് എൻ്റെ മോക്ക് കിട്ടാനുള്ളത്? ഇത് കേട്ട് രാധികയും വരുണും അങ്ങ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഉർവശിയും കൽപ്പനയും സുകുമാരിയമ്മയും ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. സൂര്യ പെട്ടെന്ന് പറയുക, എല്ലാവരുടെയും മാറ്റങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ചത് രാധികയുടെ മാറ്റമാണ്. കുറച്ച് ദിവസമായി ഒരു കാര്യമില്ലാതെ ജയിലിൽ കിടന്നപ്പോഴേ മനസ്സങ്ങ് ഉറച്ച് അല്ലേ? ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിക്കുമ്പോൾ തന്ത്രി പറയുക, ഇനി അമ്മ മാത്രമായിട്ട് എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നത്? മോളെ ഒന്ന് അനുഗ്രഹിച്ചുകൂടെ അമ്മേ? ഇത് കേട്ട് ദേഷ്യത്തിലൂടെ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് സുകുമാരിയമ്മ അവിടെ നിന്ന് അങ്ങ് പോവുക. തന്ത്രി പറയുക, അമ്മ ഈ കൂട്ടത്തിൽ ചേരാൻ കുറച്ച് നേരം കാത്തിരിക്കാം അല്ലേ പരമേശ്വരൻ സാറേ? പരമേശ്വരൻ പറയുന്നു, അല്ലാതെ പിന്നെ ആരെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. രാധികയുടെ കയ്യിൽ പിടിച്ച് പത്മിനി പറയുക, വാ മോളിങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുണിൻ്റെ അരികിലേക്കാണ് ചെല്ലുന്നത്. വരുണിനോട് പത്മിനി ചോദിക്കുക, മോന് അമ്മയോട് ദേഷ്യം തോന്നി അല്ലേ? നിൻ്റെ ആഗ്രഹങ്ങൾക്ക് അമ്മ വിലങ്ങുതടിയായിട്ട് നിൽക്കുമെന്ന് എൻ്റെ മോന് തോന്നിയോ? ചടങ്ങനുസരിച്ച് ചെക്കനും പെണ്ണും പരസ്പരം സംസാരിക്കണം അല്ലേ പരമേശ്വരൻ ചേട്ടാ? ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് എല്ലാവരും. വരുണിൻ രാധികയ്ക്ക് നാണം കൊണ്ട് വയ്യ. അവരിങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് പത്മിനി രാധികയുടെ കൈ പിടിച്ച് വരുണിൻ്റെ കയ്യിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് പത്മിനി പറയുക, പൊയ്ക്കോ, എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോ, രണ്ടാളും കൂടി എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി അമ്മേന്ന് വിളിക്കുവാണ് വരുൺ. പെട്ടെന്ന് വരുണിൻ്റെ തോളിലോട്ട് സൂര്യ കൈവച്ചിട്ട് പറയാം, എടാ കിട്ടിയ ചാൻസാ, കളയണ്ട. നോക്കി നിൽക്കുന്ന വരുണിനെ നോക്കി പത്മിനി പറയാം, ചെല്ലടാ. പെട്ടെന്ന് വരുൺ പത്മിനിയുടെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയാം, താങ്ക് യു അമ്മേ. ആ സമയത്ത് സൂര്യ ഇങ്ങനെ പത്മിനിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. വരുണൻ രാധികയും കൂടെ കൈ പിടിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ജയഭാരതി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് വരുൺ ജയഭാരതി അമ്മ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് സന്തോഷത്തോടെ അവർ രണ്ടുപേരും ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ഉർവശിക്കും കൽപ്പനയ്ക്കും ഇതങ്ങോട്ട് ഒട്ടും സൂഹിക്കുന്നില്ല. അവർക്കങ്ങ് ദേഷ്യം കൊണ്ടുപോയി. അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ മുഖം വീർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. തന്ത്രി പറയുക, മക്കളുടെ കാര്യത്തിലുണ്ടായിരുന്ന അവസാനത്തെ ഒരു ആശങ്കയാണ് ഇപ്പോൾ വരുണിൻ്റെ അമ്മ മാറ്റിയത്. അത് കേട്ട് കൽപ്പന ഉർവശിയോട് പറയാം, അയ്യോ എനിക്കിതൊന്നും കാണാൻ വയ്യ. അങ്ങനെ കൽപ്പന അവിടുന്ന് പോകുമ്പോൾ പിന്നാലെ ഉർവശിയും കൂടെ അങ്ങ് പോകുന്നുണ്ട്. ഇത് നമ്മുടെ സൂര്യ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു മനസ്സാണെന്നൊന്നും പറയണ്ട. ഒരു മനസ്സല്ലാത്ത ചിലർ ദേ ഇപ്പം അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. അവരെ അങ്ങനെ നമുക്ക് പതുക്കെ ശരിയാക്കാം അല്ലേ അച്ഛാ? ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ് എല്ലാവരും. രാധികയും വരുണും കൂടി ഇങ്ങനെ സന്തോഷത്തോടെ പറമ്പിലൊക്കെ ഓടുവാണ്. വരുൺ രാധികയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുകയാണ്. ചുറ്റും നോക്കിക്കൊണ്ട് രാധിക പറയും, ദേ അവരൊക്കെ അവിടെ നോക്കി നിൽക്കുക, വിട്ടേ പ്ലീസ്. വരുൺ ചോദിക്കുന്നു, ഇനി ആരുടെ അനുവാദമാണോ വാങ്ങിക്കാനുള്ളത്? ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല, ദേ വിട്ടേനെ പ്ലീസ് എന്നും പറഞ്ഞ് പുഞ്ചിരിച്ച് നാണത്തോടെ രാധിക ഇങ്ങനെ വരുണിനെ തള്ളി മാറ്റിയിട്ട് ഓടുവാണ്. വരുണും പിന്നാലെ തന്നെ ഓടി വരുവാണ്. ഒരു മരത്തിൻ്റെ അരികിലേക്ക് ഓടി വന്ന് രാധിക ആ മരത്തിൽ ചാരി അങ്ങനെ നിൽക്കുക. അരികിലേക്ക് വന്ന് കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് വരുൺ പറയുക, നമ്മൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അവിടെ ചോദിച്ചത് കേട്ടില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. രാധിക പറയുക, എനിക്കൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഇപ്പോഴാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങളുടെ വില മനസ്സിലാക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാമോ? പിതാമേടവും അമ്മയും കൂടി ചേർന്ന് എന്നെ കണിമംഗലത്തുകാരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത്. അതിൽ പരം അഭിമാനം വേറെ എന്താ എനിക്കുള്ളത്? കേട്ടിട്ട് വരുൺ പറയാം, അമ്മയുടെ വകയൊരു സസ്പെൻസ് വരെ. രാധിക വരുണിനോട് പറയുക, അഡ്വക്കേറ്റ് ആരതി വർമ്മയില്ലേ, അവരെന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് കല്യാണച്ചക്കൻ പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ട് കൂടെ കൊണ്ട് നടക്കാം. കൂറ്റം വേണ്ട സമയത്ത് ഞാൻ ചങ്കൂറ്റം കാണിച്ചിരിക്കും. വരുൺ ചോദിക്കുക, ഉറപ്പാണോ? അപ്പോൾ രാധിക പറയാം, ഉറപ്പ്. വരുൺ വീണ്ടും ചോദിക്കുന്നു, എന്നാൽ ഞാൻ ആ ചങ്കൂറ്റം ഒന്ന് കാണട്ടെ. രാധിക ചോദിക്കുന്നു, എന്താ, എന്തെങ്കിലും കുരുത്തക്കേടാണോ? അപ്പോൾ വരുൺ പറയും, ഏയ് കുരുത്തക്കേടൊന്നും അല്ലെന്നേ, ഇതെൻ്റെ അവകാശമാണ്. അങ്ങനെ വരുൺ പ്രണയത്തോടു കൂടി രാധികയുടെ കവളിൽ ഇങ്ങനെ ചുംബിക്കുവാണ്. രാധിക ഞെട്ടി പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. രാധിക പറയാം, വല്ലാത്ത ചങ്കൂറ്റം തന്നെയാണ്, സമ്മതിച്ചിരിക്കുന്നു. വരുൺ പറയാണ്, ഈ കല്യാണ പെണ്ണ് ചങ്കൂറ്റം ഒന്ന് കാണിച്ചേ. രാധിക ചോദിക്കുക, എന്ത് ചങ്കൂറ്റവാ കാണിക്കേണ്ടത്? അതുവരെ ഞാൻ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിയത്.
അവരുടെ ലൈസൻസ് പതിച്ച് തന്നല്ലോ, പിന്നെ ഈ സത്യസന്ധമായി ഇഷ്ടമുള്ളത് കൊണ്ടേ അത് തിരിച്ചറിയാൻ എനിക്കൊന്ന് വേണം. രാധിക ചോദിക്കുന്നു, എന്ത്? വരുൺ പറയാ, ദേ ഒരുമാതിരി മനസ്സിലാകാത്ത പോലെ നടക്കല്ലേ. അപ്പോൾ രാധിക പറയാം, ശരിക്കും എനിക്ക് മനസ്സിലായില്ല വരുൺ. അപ്പോൾ വരുൺ പറയാ, എന്നാൽ ഓക്കെ, എന്നാൽ പിന്നെ ആ അപേക്ഷ ഔദ്യോഗികമായിട്ട് തന്നെ അങ്ങ് വെക്കാം. ആറ്റുവാശ്ശേരിക്കാരും കണിമംഗലത്തുകാരും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ച നിലയ്ക്ക് ആ വിവാഹത്തിന് കല്യാണപ്പെണ്ണായ ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് സമ്മതമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കണിമംഗലം പരമേശ്വരൻ്റെ മകനും പെണ്ണ് കാണലിന് വേണ്ടിയിട്ട് വന്നതായ ഈ ചെറുപ്പക്കാരന് ഇത് കേട്ട് രാധിക മൂളുമ്പോൾ രാധിക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വരുൺ പറയുന്നു, ഒരു മുത്തം നൽകി അനുഗ്രഹിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടിക്കൊണ്ട് വരുണിൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് രാധിക പറയുക, അടവുകൾ ഏത് തരം വേണമെങ്കിലും കയ്യിലുണ്ടല്ലോ, അടവുകൾ ഏത് തരം വേണമെങ്കിലും കയ്യിലുണ്ടല്ലോ. വരുൺ പറയുന്നുണ്ട്, ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാ, അപേക്ഷ അംഗീകരിച്ചോ? പെട്ടെന്ന് ഇതാ പെണ്ണെ, അല്ലെങ്കിലും ആരെങ്കിലും കയറി ഇങ്ങോട്ട് വരും. രാധിക ചോദിക്കുന്നു, വേണോ? അപ്പോൾ വരുൺ പറയുകയാണ്, കിട്ടണം, കിട്ടാതെ ഞാൻ പോകില്ല. ദേ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഞാൻ അവിടെ ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ഫിദാമേഡത്തിൻ്റെയും മുമ്പിൽ വെച്ച് ഞാൻ ഇതങ്ങ് നടത്തിയെടുക്കും. രാധിക പറയുന്നത്, അയ്യോയ്യോ വേണ്ട വേണ്ട. അപ്പോൾ വരുൺ പറയുകയാണ്, എങ്കിൽ താ. രാധിക പറയാ, എന്നാൽ കണ്ണടയ്ക്ക്. വരുൺ പറയാൻ, ഇല്ല. അതെന്താ, എനിക്ക് കാണണ്ടേ? രാധിക പറയുന്നത്, കാണണ്ട, കണ്ണടച്ചോ, അല്ലെങ്കിൽ ഞാൻ പോവാം. അങ്ങനെ രാധിക അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് വരുൺ പറയുക, അവിടെ നില്ല്, കണ്ണ് ഞാൻ അടയ്ക്കാം. അങ്ങനെ വരുൺ കണ്ണടച്ച് നിൽക്കുമ്പോൾ നാണത്തോടുകൂടി പുഞ്ചിരിച്ച് ചുറ്റും ഇങ്ങനെ നോക്കുവാണ് രാധിക. പെട്ടെന്ന് രാധിക വരുണിൻ്റെ കവളിൽ പിടിച്ച് നെറുകയിലങ്ങ് ചുംബിക്കുവാണ്. കണ്ണു തുറന്ന് പുഞ്ചിരിച്ച് വരുണിങ്ങനെ രാധികയെ നോക്കുവാണ്. വരുൺ പ്രണയത്തോടുകൂടി രാധികയെ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ ചുറ്റും നോക്കി ടെൻഷനോടുകൂടി കൈതട്ടി മാറ്റി രാധിക തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. വരുൺ പുഞ്ചിരിച്ച് രാധികയുടെ പിന്നാലെ ഓടിപ്പോകുന്നുണ്ട്. ആറ്റുവാശ്ശേരിയിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. കൽപ്പനയും ഉർവശിയും മാത്രം വിഷമത്തോടിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം നാണത്തോടു കൂടി അവിടേക്ക് ഓടി വരികയാണ് രാധിക. എല്ലാവരും രാധികയെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച് രാധിക പുറത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്യാമ ചോദിക്കുന്നു, എന്താ മോളെ, എന്താ? രാധിക ഒന്നും പറയുന്നില്ല. സൂര്യ ചോദിക്കുവാണ്, നിൻ്റെ കൂടെ വന്നവനെവിടെ? അവനോട് ചോദിച്ചാലേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഈ സമയം അവിടേക്ക് ഓടി വന്ന വരുൺ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് രാധികയെ ശ്രദ്ധിക്കുകയാണ്. വരുണൻ രാധികയും ചമ്മലോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും പുഞ്ചിരിച്ചു. അവർക്ക് മനസ്സിലായി അവരുടെ കളിയും ചിരിയും. ഉടനെ സൂര്യ പറയുക, നടന്ന കാര്യങ്ങളൊക്കെ രാധിക ഞങ്ങളോട് പറഞ്ഞ്. ഇത് കേട്ട് രാധിക ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ വരുൺ ചോദിക്കുന്നു, എന്ത് പണിയാടോ കാണിച്ചത്? രാധിക പറയാം, ഞാൻ ഒന്നും പറഞ്ഞില്ല. വരുൺ ചോദിക്കുന്നു, ഇല്ലേ? ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിക്കുവാണ്. സൂര്യ പറയുന്നു, മതി മതി, ഇനി ബാക്കിയൊക്കെ നമ്മൾ കാരണവന്മാരൊക്കെ ഊഹിക്കാമല്ലോ. ഇത് കേട്ട് നാണത്തോടുകൂടി പുഞ്ചിരിച്ച് വരുണും രാധികയും മുഖത്തോട് മുഖം നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. പരമേശ്വരൻ പറയുന്നു, അതെ, ഇനിയും കേട്ടില്ല അറിഞ്ഞില്ല എന്ന് വെക്കരുത്. വളരെ ചെറിയൊരു ചടങ്ങ് മതിയെന്നാണ് എല്ലാവരുടെയും തീരുമാനം. ചെറിയ ചടങ്ങെന്ന് വെച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന എല്ലാവരും ഉള്ള ഒരു ചെറിയ ചടങ്ങ്. എന്താ, അതിന് ബുദ്ധിമുട്ടുണ്ടോ? തന്ത്രി പറയുന്നു, ഇത്തരം ഒരു അവസ്ഥയിൽ വലിയ രീതിയിൽ വിവാഹം നടത്തിയാൽ അതിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഫിദാമേഡത്തിൻ്റെ അഭിപ്രായം എങ്ങനെയാ? ശ്യാമ പറയുന്നു, ഈ തീരുമാനം തന്നെയാണ് നല്ലത്. ഇനി പറയാം, യശോദെ, നമ്മൾ അമ്മമാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യശോദ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. യശോദ പറയുന്നു, ഇനി ഞാൻ ധൈര്യമായി വിളിച്ചോളാം. പത്മിനിയുടെ മനസ്സ് ഇപ്പോഴാണ് എനിക്ക് വ്യക്തമായി മനസ്സിലായത്. പരമേശ്വരൻ ചോദിക്കുന്നു, ഉർവശിക്കും കൽപ്പനയ്ക്കും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കൽപ്പന പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ. ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുവാണ്. ജയഭാരതി അമ്മ പറയുക, അവരുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുമല്ലേ പരമേശ്വര. അപ്പം പിന്നെ അവരെന്ത് പറയാനാ? നമ്മുടെ രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചു ചേരണം എന്നുള്ള ദൈവത്തിൻ്റെ തീരുമാനമാണ്. അന്ന് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നൊരു അബദ്ധം സംഭവിച്ച് ഇനി അങ്ങോട്ട് അതൊന്നുമില്ലാതെ ഒറ്റ മനസ്സോടെ തന്നെ മുന്നോട്ട് പോകാം. പരമേശ്വരൻ പറയുക, തിരുമേനി, എങ്കിൽ പിന്നെ ഞങ്ങൾ വൈകിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങുക. പത്മിനി പുഞ്ചിരിച്ചുകൊണ്ട് രാധികയുടെ അരികിലേക്ക് ചെന്നിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുക, പോട്ടെ മോളെ, ചെന്നിട്ട് നിന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടത്താനുണ്ട്. ഇത് കേട്ട് രാധികയ്ക്ക് ഭയങ്കര സന്തോഷമാകുവാണ്. രാധികയുടെ കവളിൽ പിടിച്ച് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പത്മിനി പറയുന്നു, പോട്ടെ. സൂര്യ പറയുന്നു, എടാ പറഞ്ഞിട്ട് വാടാ.
രാധികയുടെ അരികിലേക്ക് ചെന്ന് വരുൺ പറയുന്നു, ഇറങ്ങട്ടെ, സമയം കിട്ടിയാൽ വിളിക്കാം. ഇത് കേട്ട് പുഞ്ചിരിച്ച് രാധികയും ഇങ്ങനെ തലയാട്ടുവാണ്. അപ്പോൾ പരമേശ്വരൻ പറയുക, എങ്ങനെ സമയം കിട്ടിയാൽ വിളിക്കാമെന്നോ? ഇനി നിങ്ങൾ തമ്മിൽ വിളിക്കാത്ത സമയം ഉണ്ടാകുമോ എന്നാ എൻ്റെ പേടി. ഇത് കേട്ട് വരുണൻ രാധികയും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. പരമേശ്വരൻ പറയുക, വരൂ എടാ വാ. എല്ലാം കേട്ട് ദേഷ്യത്തോടുകൂടി റൂമിലിരിക്കുവാണ് സുകുമാരിയമ്മ. പുറത്തേക്ക് ഇറങ്ങി വന്ന പരമേശ്വരൻ പറയുക, അമ്മയെ കണ്ടില്ലല്ലോ തിരുമേനി. തന്ത്രി പറയുന്നു, അമ്മയെ നോക്കണ്ട, നിങ്ങൾ മടങ്ങിക്കോളൂ. പരമേശ്വരൻ പറയുന്നു, എന്നാൽ അങ്ങനെ ആവട്ടെ. ഇതെല്ലാം കേട്ട് ടെൻഷനോടി നിൽക്കുകയാണ് സുകുമാരിയമ്മ. കണിമംഗലത്തുള്ള എല്ലാവരും സന്തോഷത്തോടെ കാറിൻ്റെ അരികിലേക്ക് പോവുകയാണ്. ഞാൻ രാധികയെ നോക്കി പുഞ്ചിരിച്ച് ടാറ്റ കാണിക്കുകയും രാധിക ടാറ്റ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. അമൃത ഫിദയോട് പറയുന്നു, എങ്കിൽ നമുക്ക് മടങ്ങാമല്ലോ. യശോദ ചോദിക്കുന്നു, അയ്യോ നിങ്ങളെന്താ തിരക്കിട്ട് പോകുന്നത്? കുറച്ചുകൂടി കഴിഞ്ഞു പോയാൽ പോരെ? ശ്യാമ പറയുക, ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞങ്ങൾ ഇറങ്ങുക തിരുമേനി. അങ്ങനെ രാധികയുടെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ച് ശ്യാമ പറയുക, രാധികയുടെ കാര്യങ്ങൾ ചിലത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരുമേനി അറിയിക്കാൻ മടിക്കരുത്. തന്ത്രി പറയുക, പണമോ പൊന്നോ ഒന്നുമല്ല മേഡം, എൻ്റെ മോൾക്ക് വേണ്ടി ഒരു അമ്മയുടെ സ്ഥാനം ഏറ്റെടുത്ത് പൂർണ്ണമായും കൂടെ നിൽക്കുന്നില്ലേ, അത് മതി. രാധികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്യാമ പറയുക, അമ്മയ്ക്കും ഏറ്റവും സന്തോഷം നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിനെൻ്റെ മോളുടെ അടുത്ത് നിൽക്കാൻ എനിക്ക് പറ്റിയല്ലോ, അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അങ്ങനെ സ്നേഹത്തോടുകൂടി രാധികയെ കെട്ടിപ്പിടിക്കുവാണ് ശ്യാമ. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുവാണ്. ഒരു ടെൻഷനോടെ കാറിൻ്റെ അരികിൽ നിൽക്കുവാണ് ചന്ദ്രശേഖരനും ഗൗതമും. ചന്ദ്രശേഖരൻ പറയുന്നു, വരുണിൻ്റെയും രാധികയുടെയും വിവാഹം ഇത്ര പെട്ടെന്നൊരു തീരുമാനത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഗൗതം പറയുക, പ്രിയങ്കയുടെ കേസ് അവസാനിക്കുന്നത് വരെ ഉണ്ടാകില്ലെന്നാണ് ഞാൻ കരുതിയത്. ചന്ദ്രശേഖരൻ പറയുക, ഏട്ടത്തിയുടെ തീരുമാനമാണ് നിർണായകം. ആ സമയം ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഉർവശി. ഫോൺ അറ്റൻഡ് ചെയ്ത് ചന്ദ്രശേഖരൻ ചോദിക്കുന്നു, എന്താ ഉർവശി? ഉർവശി അപ്പം പറയുക, ചന്ദ്രേട്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ചന്ദ്രശേഖരൻ ചോദിക്കുന്നു, അപ്പോൾ ഏട്ടത്തി? ഉർവശി പറയുക, ഏട്ടത്തി ഒന്നും മിണ്ടാതെ നടന്നതിൻ്റെ കാരണം അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത്. നാണവും മാനവും ഇല്ലാതെ അവളോട് മാപ്പ് ചോദിച്ച് വരുണിനെ ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പെൺകുട്ടിയാണെന്ന് അവളോട് പറഞ്ഞു. ഇത് കേട്ട് ചന്ദ്രശേഖരൻ പറയുക, ഞാനും ഗൗതവും നീ പറഞ്ഞ കാര്യത്തിലായിരുന്നു പ്രതീക്ഷ. ഉർവശി പറഞ്ഞു, ചന്ദ്രേട്ട എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചന്ദ്രേട്ടൻ ഇവിടുന്ന് മാറി നിൽക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? ചന്ദ്രശേഖരൻ പറയുന്നു, ഞാൻ കേസിൻ്റെ പുറകിലാ, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ നോക്കണമല്ലോ. നീ ഫോൺ വെച്ചോ, ഞാൻ വരാം. ഉർവശി പറയുക, ഞാനും കൽപ്പനയും ഇപ്പോൾ ഒറ്റപ്പെട്ടതുപോലെയായി, എല്ലാവരും ഞങ്ങളെ കളിയാക്കുക. ചന്ദ്രശേഖരൻ പറയുന്നു, ഇപ്പോൾ എല്ലാവരും സന്തോഷിക്കട്ടെടി, വേദനിക്കുന്ന വിധത്തിൽ എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ടെൻഷനോടെ ആലോചിച്ച് ചന്ദ്രശേഖരൻ ഗൗതമിനോട് പറയുക, രാധികയും വരുണും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. നടന്നാൽ അതോടുകൂടി എന്നേക്കുമായി കണിമംഗലത്തു നിന്നും നമ്മൾ പുറത്താകും. ഒരു കാരണം മാത്രം മതി, എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക. ഗൗതം ചോദിക്കുന്നു, അല്ല എങ്ങനെ മുടക്കണമെന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ചന്ദ്രശേഖരൻ പറയുക, രാധികയെ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അവളുടെ ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ വരുണിനെ വേറെ പെണ്ണന്വേഷിക്കുക. അപ്പോൾ ഇല്ലാതാകേണ്ടത് വരുണാണ്. വരുൺ ഇല്ലാതായേ പറ്റൂ. ശേഖരൻ പറയുവാണ്, നമ്മുടെ നീക്കങ്ങൾ ഇപ്പോഴേ കണിമംഗലത്തുകാർ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. നേരിട്ടൊരു ഫൈറ്റ് വരികയാണെങ്കിൽ വരട്ടെ, നമ്മൾ ആരാണെന്ന് അച്ഛനെയും മക്കളെയും ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഗൗതം പറയുക, ഞാൻ റെഡിയാ, മാർഗം എന്താണെന്ന് അച്ഛൻ പറഞ്ഞു തന്നാൽ മതി. ചന്ദ്രശേഖരൻ പറയാ, വിവാഹത്തിൻ്റെ തീരുമാനങ്ങൾ അവരങ്ങനെ എടുത്തോട്ടെ. വിവാഹം നമ്മൾ നടത്തും, പക്ഷേ താലിയെടുക്കാൻ മണവാളൻ ഉണ്ടാകില്ല, അതുറപ്പാണ്. ഇത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ഗൗതം. പിന്നീട് കാണിക്കുന്ന പരമേശ്വരനും ജയഭാരതിയമ്മയും സൂര്യയും പത്മിനിയെല്ലാം സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. വിഷമത്തോടുകൂടി നിൽക്കുകയാണ് കൽപ്പനയും ഉർവശി. പരമേശ്വരൻ പറയുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായി കലാശിച്ച്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഉർവശിയും കൽപ്പനയും അവിടെ ചെന്നപ്പോൾ തനി സ്വഭാവം കാണിച്ച് സാധാരണഗതിയിൽ വിട്ടുവീഴ്ച ചെയ്ത് കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. നിങ്ങളുടെ പെരുമാറ്റം നേരെ മറിച്ചാണ്. അല്ല, ഞാനന്ന് ചോദിക്കട്ടെ, ചുറ്റും നല്ലതൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് നിർബന്ധമാണോ? ഇത് കേട്ട് ജയഭാരതി അമ്മ ചോദിക്കുന്നു, നിനക്ക് വേറെ ജോലിയില്ലേ പരമേശ്വര? ഉപദേശം കൊണ്ട് നന്നാകാനായിരുന്നെങ്കിൽ ഇവരെന്നേ നന്നായാന്. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുകയാണ് ഉർവശിയും കൽപ്പനയും.
നാടോടി സ്ത്രീകളുടെ ഇടയിൽ കിടന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ ഉറങ്ങുവാണ്. അവളുടെ അടുത്തോട്ട് വന്ന് ഒരു സ്ത്രീ തട്ടി വിളിക്കുന്നു, മല്ലി മല്ലി, മോളെ മോളെ മല്ലി, കണ്ണ് തുറക്കമ്മ. ഇത് കേട്ട് കണ്ണ് തുറന്ന് എഴുന്നേറ്റിരിക്കുവാണ് ആ പെൺകുട്ടി. അത് പ്രിയങ്കയാണ്. പ്രിയങ്ക മരിച്ചിട്ടില്ല. മല്ലി എന്ന പേരിൽ പ്രിയങ്ക നാടോടികളോടൊപ്പം ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രിയങ്ക എന്തിനാണ് മറഞ്ഞു നിൽക്കുന്നത്? പ്രിയങ്കയെ ആ രീതിയിലാക്കിയത് ആരാണ്? ഇനി യഥാർത്ഥത്തിൽ പ്രിയങ്കയ്ക്ക് പകരം മരിച്ചത് ആരാണ്? അതെല്ലാം നമ്മുടെ അഡ്വക്കേറ്റ് ആരതി വർമ്മ വെളിച്ചത്ത് കൊണ്ടുവരും. ഇതിൻ്റെ ബാക്കി റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.